ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് എന്താണ് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്. ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം വഴി നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് പാറ്റേൺ ആണ് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്. നമുക്ക് ഫേസ്ബുക്കിൽ രണ്ട് ടൈപ്പ് മാർക്കറ്റിംഗ് ചെയ്യാം. ഒന്ന് ഓർഗാനിക്കും ചെയ്യാം, രണ്ട് പെയ്ഡും ചെയ്യാം. ഓർഗാനിക്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷോ കാര്യങ്ങളൊന്നും പോകുന്നില്ല. നമ്മളിടുന്ന ഇമേജസോ വീഡിയോസോ സംഭവങ്ങളോ ഓർഗാനിക്കലി റീച്ച് ആവുന്ന പരിപാടിയാണ് ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയാം. പെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് കൊടുത്ത് ചെയ്യുന്ന പരിപാടി. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. എന്തൊക്കെയാണ് ഫേസ്ബുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിനുള്ള 5 വഴികൾ. ഒന്ന് ഗ്ലോബൽ നെറ്റ്വർക്ക് കവറേജ്, അടുത്തത് എൻഹാൻസിങ് ഓർഗാനിക് റീച്ച്, ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് അതർ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം, റൺ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്, യൂസ് ഓട്ടോമേറ്റഡ് ടൂൾസ് ടു ഫങ്ഷൻ. ഇതൊക്കെയാണ് ഫേസ്ബുക്ക് മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതിൽ ഗ്ലോബൽ നെറ്റ്വർക്ക് കവറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് യു എയിലാണ്. ആ യു എയിലുള്ള മൊത്തം ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ചീപ്പായിട്ട് നമ്മൾ ക്യാമ്പയിൻ റൺ ചെയ്യുന്നതാണ് ഈ ഒന്നാമത് പറയുന്നത്. രണ്ട്, എൻഹാൻസിങ് ഓർഗാനിക് റീച്ച്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാശൊന്നും ചിലവില്ലാതെ നമ്മളിടുന്ന പോസ്റ്റ് വൈസ് കയറിപ്പോരുന്ന പരിപാടി. ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാവരും ലൈക്കും കാര്യങ്ങളും കയറുന്നത്. അടുത്തത് ഇൻ്റഗ്രേറ്റ് വിത്ത് അതർ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം. നമ്മൾ ഏതെങ്കിലും ബാക്ക് ലിങ്ക്സ് യൂസ് ചെയ്ത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് റീച്ച് ആക്കുന്ന പരിപാടിയാണ് ആ സംഭവം. അടുത്തത് റൺ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾ ക്യാഷ് കൊടുത്ത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന പരിപാടിയാണ് റൺ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓട്ടോമേറ്റഡ് ടൂൾ ടു ഫങ്ഷൻ. നമ്മൾ ഓട്ടോമാറ്റിക് ടൂൾസ് ലൈക്ക് അവേ മെസ്സേജ്, ഓട്ടോമാറ്റിക് ഗ്രീറ്റിംഗ്സ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഓട്ടോമേറ്റഡ് ടൂൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ വർക്ക് മാക്സിമം ഈസി ആക്കാനുള്ള ഷോർട്ട് കട്ടുകൾ. അടുത്തത് ഫേസ്ബുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ചീപ്പായിരിക്കും. പിന്നെ ബ്രാൻഡ് മാക്സിമം പോപ്പുലാരിറ്റി കിട്ടാനുള്ളൊരു ഷോർട്ട് കട്ട്. പിന്നെ ഫേസ്ബുക്ക് വഴി നമുക്ക് അതിൻ്റെ ഇൻസൈറ്റും കാര്യങ്ങളും വെച്ച് നമുക്ക് നമ്മുടെ പേജ് എന്തോരമായിട്ടുണ്ട്, ഡെവലപ്പായി, ഇതിൻ്റെയൊക്കെ ഒരു ബ്രീഫ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ടാർഗറ്റിംഗ് പൊട്ടൻഷ്യൽ കസ്റ്റമർ, ഇൻക്രീസിങ് വെബ്സൈറ്റ് ട്രാഫിക്, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ആൾക്കാർ ഫേസ്ബുക്ക് ഇൻസ്റ്റയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ചീപ്പായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഗൂഗിൾ ആഡ്സ് ഒരു 300 dirhamsന് നമ്മൾ ആഡ് റൺ ചെയ്യിക്കാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റയിൽ നമുക്കത് വെറും 100 dirhams പോലും വേണ്ട, മേ ബി 70 or 80 നമ്മൾ ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗൂഗിൾ ആഡ്സിൽ കാണിക്കണ സെയിം റിസൾട്ടിൽ കൂടുതൽ റിസൾട്ട് ഫേസ്ബുക്ക് മാർക്കറ്റിംഗിന് കിട്ടും. നിസ്സാര കാശാവത്തുള്ളൂ. എല്ലാവരും വിചാരിക്കും ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാശ് ചിലവാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ കാശ് ചിലവില്ല, കുറവാണ്. പിന്നെ നമ്മൾ അതിനകത്ത് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നല്ലെങ്കിൽ നമ്മൾ ഇമേജ് ആഡ് ഇടാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ആഡ്, കറോസൽ ആഡ്, കളക്ഷൻ ആഡ്, സ്ലൈഡ് ആഡ്, ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ. അതിൽ ഇമേജ് ആഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ഒരു സിംഗിൾ പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യണം. വീഡിയോ ആഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ഒരു സിംഗിൾ വീഡിയോ ബൂസ്റ്റ് ചെയ്യണം. കറോസൽ പോസ്റ്റ് എന്ന് പറയുന്നത് 1 to 3 ഇമേജസോ 1 to 4 ഇമേജസോ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് കളക്ഷൻ ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ആഡ്സ്, സെറ്റ് ഓഫ് ഇമേജസ്, മേ ബി 4 or more ഇമേജസ് വെച്ച് നമ്മൾ ഇടുന്നത്. ഇപ്പോൾ ഒരു ഷോപ്പിൻ്റെ ഡ്രസ്സിൻ്റെ ഷോപ്പാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സുകളുടെ ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ ആ 10 എണ്ണത്തിൻ്റെ കളക്ഷൻ ഇട്ട് ക്യാമ്പയിൻ റൺ ചെയ്യുന്നത്. സ്ലൈഡ് ആഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടിട്ട് ജസ്റ്റ് സ്വൈപ്പ് അപ്പ് സ്വൈപ്പ് ഡൗൺ ആ ഒരു പാറ്റേണിലുള്ള ആഡാണ് സ്ലൈഡ്. ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ജനറേറ്റ് ചെയ്യണ സംഭവം.